നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ മുൻനിര പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ദി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഏകദേശം 300ഓളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് നടത്തുവാൻ പോകുന്നത്. ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിരവധി ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ ഫൈനൽ ഇയേഴ്സിനും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകൾ തന്നെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് ദി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്കിവിടെ കാണാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. സ്കെയിൽ 1 ലെവലിലുള്ള പോസ്റ്റാണിത്. 300 ഒഴിവുകളാണ് നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റുകളിലായിട്ട് ഇന്ത്യയിലുടനീളം ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാം ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത് ഇന്നാണ്. സെപ്റ്റംബർ 1 ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സെപ്റ്റംബർ 21 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അവസാന തീയതിയിലേക്കൊക്കെ പോകുന്തോറും വെബ്സൈറ്റ് ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 21 മുൻപേ തന്നെ നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കുക. എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതിയും സെപ്റ്റംബർ 21 തന്നെയാണ്. അതും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ്. ഇനി സെലക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആയിരിക്കും. അത് ഏകദേശം ഒക്ടോബർ 2021 ഇവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന നിലവിൽ. അത് പിന്നീട് മാറ്റമുണ്ടെങ്കിലും നിങ്ങൾക്കത് ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാലാണ് കറക്റ്റ് ഡേറ്റ് അറിയാൻ സാധിക്കും. അത് പിന്നീട് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹാൾ ടിക്കറ്റ് വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏകദേശം ഒക്ടോബറിലാണ് ഇപ്പോൾ നിലവിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഫേസ് 1 എക്സാമിനേഷൻ നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ ഒരു ഫേസ് 2 ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിൽ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് സെക്ഷനും ഉണ്ടായിരിക്കും. അത് നവംബറിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫേസ് 1 ക്വാളിഫൈ ആവുന്ന സുഹൃത്തുക്കൾക്കാണ് ഫേസ് 2 എക്സാമിനേഷനിൽ പങ്കെടുക്കാൻ കഴിയുക. അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അത്തരത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന്റെ സിലബസും കാര്യങ്ങളും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തൊട്ട് താഴെ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ഇനി ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന സാലറി ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് 32,795 രൂപയായിരിക്കും ലഭിക്കുക. ബേസിക് പേ ആണിത്. അത് പിന്നീട് നിങ്ങൾക്ക് 62,315 രൂപ വരെയൊക്കെയുള്ള ഒരു സാലറി ആയിട്ട് പിന്നീട് നിങ്ങൾക്കത് വർദ്ധിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വളരെ മികച്ചൊരു സാലറി തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ സുഹൃത്തുക്കൾ, ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം 60% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. SC ST PWBD കാൻഡിഡേറ്റ്സിന് 55% മാർക്ക് ഉണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. 30/9/2021 നിങ്ങൾ എക്സാമിനേഷൻ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് മുൻപ് നിങ്ങൾ എക്സാമിനേഷൻ പാസ്സായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ പ്രൂഫ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഇയറിൽ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ 30/9/2021 മുൻപ് പാസ്സായി എന്നതിൻ്റെ പ്രൂഫ് നിങ്ങൾ അവിടെ ഹാജരാക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ പാസ്സായത് 30/9/2021 സെപ്റ്റംബർ 30 മുൻപായിരിക്കണം എന്നുള്ള കാര്യം അതിൽ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള പ്രൂഫ് ഉള്ളവർക്ക് ഫൈനൽ ഇയറിൽ പഠിക്കുകയാണെങ്കിൽ കൂടി അപേക്ഷിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബർ 30 മുൻപ് നിങ്ങളുടെ റിസൾട്ട് വരുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഫൈനൽ ഇയേഴ്സിന് അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഏജ് ലിമിറ്റ് കണക്കാക്കുക 1/4/2021 ഏജ് ലിമിറ്റ് കണക്കാക്കുക. ഏപ്രിൽ 1 ഏജ് ലിമിറ്റ് കണക്കാക്കുക. മിനിമം ഏജ് 21 വയസ്സാണ്. 30 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 21 മുതൽ 30 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഏപ്രിൽ 2 1991 മുൻപോ ഏപ്രിൽ 1 2000 ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഈ പറയുന്ന ഡേറ്റുകൾക്കിടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി എക്സാമിനേഷന്റെ പാറ്റേൺ നേരത്തെ പറഞ്ഞിരുന്നു. ഫേസ് 1 പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിംഗ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ പാസ്സായ സുഹൃത്തുക്കൾക്ക് മെയിൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറിന്റെ എക്സാമിനേഷൻ ആയിരിക്കും. റീസണിംഗ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ പറയുന്ന സെക്ഷനുകളിൽ നിന്നായിട്ട് 50 വീതം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെയായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കൂടി സെക്കൻഡ് ഫേസിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് 30 മിനിറ്റിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എഴുത്ത് പരീക്ഷയായിരിക്കും. അതായത് 30 മാർക്കിന്റെ എഴുത്ത് പരീക്ഷ, 30 മിനിറ്റ് ദൈർഘ്യമുള്ള എഴുത്ത് പരീക്ഷയായിരിക്കും. ലെറ്റർ റൈറ്റിംഗിൽ 10 മാർക്കിന്റെ ഒരു ലെറ്റർ റൈറ്റിംഗും അതുപോലെ തന്നെ 20 മാർക്കിന്റെ ഒരു എസ്സേ റൈറ്റിംഗും ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൂടി പാസ്സായി കഴിഞ്ഞാലാണ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഒരു ഇന്റർവ്യൂ കൂടി പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരുന്നത്. ഇനി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് COVID-19 പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. N95 മാസ്ക് നിർബന്ധമാണ് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാനിറ്റൈസർ നിങ്ങൾ കയ്യിൽ വെക്കേണ്ടി വരും എക്സാമിനേഷന് പോകുമ്പോൾ. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിരിക്കുന്നത്, നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സേഫ് സോണിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സേഫ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു ആപ്പ് ഉപയോഗിക്കുന്നവർക്കറിയാം COVID-19 റിസ്ക് ഫാക്ടർ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ സേഫ് സോണിലാണെങ്കിൽ നിങ്ങൾക്ക് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൽ നിങ്ങൾ സേഫ് ആണ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ അതിലുണ്ടായിരിക്കും. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണെന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ആരോഗ്യ സേതു ആപ്പിലെ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളത് സെക്യൂരിറ്റിക്ക് കാണിച്ചു കൊടുത്താലാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയുക. ഇനി നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ സേതു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഫോം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ആ ഫോമിന്റെ മാതൃക താഴെ നോട്ടിഫിക്കേഷന്റെ അവസാന ഭാഗത്ത് നൽകേണ്ടത് ഞാൻ കാണിച്ചു തരാം. അതെല്ലാവരും കയ്യിൽ വെക്കേണ്ട ഒന്നാണ്. ഇനി എക്സാമിനേഷൻ സെന്ററുകൾ എവിടെയെല്ലാമാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഫേസ് 1 എക്സാമിനേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ 10ഓളം സെന്ററുകളുണ്ട്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെ 10ഓളം എക്സാമിനേഷൻ സെന്ററുകൾ കേരളത്തിൽ ഫേസ് 1 എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഫേസ് 1 എക്സാമിനേഷൻ പാസ്സാവുകയാണെങ്കിൽ ഫേസ് 2 എക്സാമിനേഷൻ കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെന്റർ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും. ഇനി അപേക്ഷാ ഫീസിന്റെ കാര്യം പറഞ്ഞിരുന്നു. SC, ST, PWD കാൻഡിഡേറ്റ്സിന് 100 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടി വരിക. ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ജനറൽ OBC കാൻഡിഡേറ്റ്സ് ഒക്കെ EWS കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ 750 രൂപ ഫീസ് അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് റെഡിയാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് റെഡിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഇതെല്ലാമാണ്. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ സ്കാൻ ചെയ്ത പാസ്പോർട്ട് സൈസ്, റീസെന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ലൈറ്റ് കളേർഡ്, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പോലെയൊക്കെയുള്ള ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. മാക്സിമം സൈസ് 50 KB, അതായത് 20 KBക്കും 50 KBക്കും ഇടയിൽ സൈസുള്ള സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫിന്റെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. JPEG ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നീട് നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ സ്കാൻ ചെയ്ത കോപ്പിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ ഇടുക. അതും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഇടത് തള്ളവിരലിന്റെ അടയാളം നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ചുകൊണ്ട് എടുത്ത നിങ്ങളുടെ ഇടത് തള്ളവിരലിന്റെ ഇംപ്രഷനും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന ഡോക്യുമെന്റ്സും ഫോട്ടോഗ്രാഫിനൊപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ കൂടിയുണ്ട്. അത് നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതേണ്ട ഒരു ഡിക്ലറേഷൻ ആണ്. അത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്റെ സൈസ് എന്ന് പറയുന്നതും 20 KBക്കും 50 KBക്കും ഇടയിലായിരിക്കണം. അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷന്റെ സൈസ് എന്ന് പറയുന്നത് 50 KBക്കും 100 KBക്കും ഇടയിലായിരിക്കും എന്നുള്ള കാര്യവും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡിക്ലറേഷൻ നിങ്ങൾക്ക് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുത്. ആ ഒരു ഡിക്ലറേഷൻ ഇതാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും, ഈ ഒരു 4 ലൈനാണ് നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ വൈറ്റ് പേപ്പറിൽ എഴുതേണ്ടത്. I എന്നതിന് ശേഷം നിങ്ങളുടെ പേര് നൽകുക. Hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 4 ലൈൻ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് അത് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 4 ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ പറയുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഫോമിലാണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം.
അപ്പോൾ ഇതാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒഫീഷ്യൽ കരിയർ പേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ വന്നാൽ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം റിക്രൂട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് 2021 എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങോട് കൂടി അതിന്റെ താഴെ നമുക്ക് 3 ലിങ്കുകളും അവൈലബിൾ ആണ്. ആദ്യത്തേത് നോട്ടിഫിക്കേഷന്റെ ലിങ്കുകളാണ്. ആദ്യത്തെ 2 ലിങ്കുകൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള നോട്ടിഫിക്കേഷന്റെ ലിങ്കുകളാണ്. നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ ലിങ്കുകളാണ്. അതിന് താഴെ നമുക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. IBPSന്റെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ആയി പോവുക. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഫോം ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഫോമിൽ നമുക്കിവിടെ കാണാം 6 സെക്ഷനുകളായിട്ടാണ് നിങ്ങൾ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത്. അതിൽ ഓരോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അവസാനം കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകും. അത്തരത്തിലാണ് നിങ്ങൾ ഓരോ സെക്ഷനിലെയും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് പോവേണ്ടത്. ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് ബേസിക് ഇൻഫോ ആണ്. നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ രണ്ടാമത്തെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് നൽകാൻ സാധിക്കും. പിന്നെ പ്രിവ്യൂ സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അപ്ലോഡ് സെക്ഷനിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഫോം നിങ്ങൾ അവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നതിന് ശേഷം വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് സെക്ഷനിലേക്കായിരിക്കും റീഡയറക്റ്റ് ആവുക. അങ്ങനെ പേയ്മെന്റ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫീസ് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഓൺലൈൻ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാസ്വേഡും അവിടെ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നീട് ഞാൻ ഈ ഒരു പേജിന്റെ ലിങ്ക് താഴെ നൽകാം. ഈ ഒരു പേജിലായിരിക്കും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു പേജിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷന്റെ 27ാമത്തെ പേജിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ആരോഗ്യ സേതു ആപ്പ് ഇല്ലാത്ത സുഹൃത്തുക്കൾ ഈ ഒരു ഡിക്ലറേഷനാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെയാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്. അതായത് ഈ പറയുന്ന രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇല്ല എന്ന് തന്നെ നിങ്ങൾ അതിന് ഇൻറ്റു മാർക്ക് തന്നെ ഇവിടെ നൽകുക. എല്ലാത്തിലും ഇൻറ്റു മാർക്ക് നൽകുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഹാൾ ടിക്കറ്റുള്ള നിങ്ങളുടെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് എക്സാം, എക്സാമിനേഷൻ സെന്റർ എന്നിവ നിങ്ങൾക്ക് ഇവിടെ നൽകാം. തുടർന്ന് നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ കൈവശം വെച്ചാലും മതിയായിരിക്കും. ഇനി എല്ലാ ആരോഗ്യ സേതു ആപ്പ് ഉള്ളവർക്ക് അതിൽ നിങ്ങൾ സേഫ് ആണ് എന്ന് പറയുന്ന ആ ഒരു ഹോം പേജ് നിങ്ങൾ കാണിച്ചു കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ അതില്ലാത്തവർ ഇതെന്തായാലും കയ്യിൽ വെക്കണം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഡിഗ്രി അല്ലെങ്കിൽ PG ക്വാളിഫിക്കേഷൻസ് ഉള്ള എല്ലാ സുഹൃത്തുക്കളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ പറയുന്ന യോഗ്യതകളുള്ള ഡിഗ്രി, PG യോഗ്യതകളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പേജിന്റെ ലിങ്കും താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.